കഴിഞ്ഞ ദിവസം ബോംബെ ഹൈക്കോടതിയിൽ വന്ന ഒരു മറുപടി ഇടതു കേന്ദ്രത്തിന്റെ സിരാകേന്ദ്രങ്ങളെ വിറപ്പിക്കുകയാണ്. ഇന്ത്യയിലേക്ക് എപ്പോൾ വരാനാകുമെന്ന് പറയാൻ കഴിയില്ല എന്ന് ഇത് പറഞ്ഞത് മറ്റാരുമല്ല, വിജയ് മല്യ ആയിരുന്നു. പാസ്പോർട്ട് അടക്കം യാത്രക്കാവശ്യമായ രേഖകൾ കയ്യിൽ ഇല്ല എന്നും അഭിഭാഷകൻ മുഖേനയായിരുന്നു അറിയിച്ചത്. ചീഫ് ജസ്റ്റിസ് ശ്രീ ചന്ദ്രശേഖർ, ജസ്റ്റിസ് ഗൗതം അൻഘാത് എന്നിവരടങ്ങിയ ബെഞ്ചിന് മുൻപാകെയായിരുന്നു വിജയ് മല്യ ഈ വിവരം ബോധിപ്പിച്ചത്. എപ്പോൾ വരുമെന്ന ചോദ്യത്തിനായിരുന്നു മറുപടി നൽകിയത്. മല്യ നേരിട്ട് ഹാജരാകാതെ സാമ്പത്തിക കുറ്റവാളിയെ പ്രഖ്യാപിച്ചതിന് എതിരായ ഹർജി പരിഗണിക്കില്ല എന്ന കോടതി നേരത്തെ നിലപാടെടുത്തു. മല്യയെ പിടികിട്ടാപ്പുള്ളിയെ സാമ്പത്തിക കുറ്റവാളിയായിട്ട് പ്രഖ്യാപിച്ച ഉത്തരവിനെയും സാമ്പത്തിക കുറ്റവാളി നിയമത്തിന്റെ ഭരണഘടനാപരമായ സാധുതയും ചോദ്യം ചെയ്തുകൊണ്ട് അദ്ദേഹം നേരത്തെ ഹർജി നൽകിയിരുന്നു. രാജ്യം വിട്ട 2016 മുതൽ വിജയ് മല്യ UK-യിലാണ് കഴിയുന്നത്. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമുള്ള പ്രത്യേക കോടതിയാണ് 2019 ജനുവരിയിൽ വിജയ് മല്യയെ ഫ്യൂജിറ്റീവ് എക്കണോമിക് ഒഫൻഡറായിട്ട് പ്രഖ്യാപിച്ചത്. പല വായ്പകളുടെയും തിരിച്ചടവ് വീഴ്ച വരുത്തിയെന്ന ആരോപണത്തെ തുടർന്ന് 2016 മാർച്ചിലാണ് വിജയ് മല്യ ഇന്ത്യ വിടുന്നത്. ഇനി വിജയ് മല്യയുടെ ഈ മറുപടി എങ്ങനെയാണ് കേരളത്തിലെ ഇടതു സർക്കാരിന് ഇടുത്തിയാകുന്നത് എന്നല്ലേ? ഇന്ത്യയിലേക്ക് വരാനുള്ള വിജയ് മല്യയുടെ ഓരോ ചാൻസും അത് ശബരിമലയിലെ രഹസ്യ തടവറയുടെ കൂട് പൊളിക്കുന്നത് കൂടിയാണ്. 1998-99 കാലഘട്ടത്തിൽ വിജയ് മല്യ നൽകിയ സ്വർണം ഉപയോഗിച്ച ശബരിമലയിൽ ശ്രീകോവിലും ദ്വാരപാലക ശില്പങ്ങളും ഉൾപ്പെടെ സ്വർണം പൂശിയതിന്റെ രേഖകൾ ദേവസ്വം വിജിലൻസ് കണ്ടെടുത്തിരുന്നു. ഏറെ നാളായി കാണാനില്ലാതിരുന്ന ഈ രേഖകൾ ദേവസ്വം മരാമത്ത് ഓഫീസിൽ നിന്നാണ് കണ്ടെടുത്തത്. വിജയ് മല്യ നൽകിയ സ്വർണം ഉപയോഗിച്ച 1998 പൂശിയ വസ്തുക്കൾ എങ്ങനെ 2019 ആയപ്പോൾ ചെമ്പായി മാറിയെന്ന ചോദ്യമാണ് ഉയർന്നത്. 98 വിജയ് മല്യ 30.3 കിലോ സ്വർണവും 1900 കിലോ ചെമ്പുമാണ് ദേവസ്വം ബോർഡിന് നൽകിയത്. മേൽക്കൂരയും ശ്രീകോവിലും ദ്വാരപാലക ശില്പങ്ങളുമാണ് ഇതുപയോഗിച്ച സ്വർണം പൂശിയത്. 2019 ദ്വാരപാലക ശില്പങ്ങളുടെ തിളക്കം മങ്ങിയെന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു വീണ്ടും സ്വർണം പൂശാൻ തീരുമാനിക്കുകയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിക്കുകയും ചെയ്യുന്നത്. എന്നാൽ 2019 തങ്ങൾക്ക് ലഭിച്ചത് ചെമ്പ് പാളികൾ മാത്രമാണ് എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞത്. ചെമ്പ് പാളി എന്നാണ് ദേവസ്വം ബോർഡ് രേഖപ്പെടുത്തിയതും. അപ്പോൾ വിജയ് മല്യ നൽകിയ ആ സ്വർണം പൂശിയ ദ്വാരപാലക ശില്പങ്ങൾ എവിടെ എന്നതായിരുന്നു ദുരൂഹമായത്. ഇക്കാര്യം പരിശോധിക്കാനായിരുന്നു ദേവസ്വം വിജിലൻസ് വിജയ് മല്യ നൽകിയ സ്വർണത്തിന്റെ യഥാർത്ഥ രേഖകൾ പരിശോധിച്ചത്. എന്നാൽ രേഖകൾ തങ്ങളുടെ പക്കൽ ഇല്ല എന്ന മറുപടിയാണ് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ നൽകിയത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ദേവസ്വം മരാമത്ത് വിഭാഗത്തിന്റെ ഓഫീസിൽ നിന്നും രേഖകൾ കണ്ടുകിട്ടിയത്. 99 സ്വർണം പൂശുന്നതുൾപ്പെടെയുള്ള ജോലികളുടെ നിയന്ത്രണം ദേവസ്വം മരാമത്ത് വിഭാഗത്തിനായിരുന്നു എന്നാണ് റിപ്പോർട്ട്. അതായത് വിജയ് മല്യ നൽകിയ സ്വർണത്തിലാണ് ഇപ്പോൾ തിരിവും മറവും സംഭവിച്ചിരിക്കുന്നത് എന്ന് തെളിഞ്ഞതാണ്. ആ തിരിവിലും മറവിലും ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത് പല ഇടത് കേന്ദ്രങ്ങളുടെയും മുഖ്യധാര കണ്ണികളാണ്. അതുകൊണ്ട് വിജയ് മല്യയുടെ ഇന്ത്യയിലേക്കുള്ള വരവ് സ്വർണ്ണക്കൊള്ളയിലും രഹസ്യാറകളുടെ പൂട്ട് പൊളിക്കും എന്ന് ഉറപ്പാണ്. അങ്ങനെ പൊളിക്കപ്പെടുന്നതോടെ പിണറായി സർക്കാർ ഢിം.